ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതും മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതുമായ വലിയ രണ്ട് കാര്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടാവുന്നത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും പുരുഷ സ്ത്രീ ബന്ധമില്ലാതെ ഒരു മനുഷ്യൻ ജനിച്ചതായിട്ടില്ല. അങ്ങനെ ജനിച്ചവനാണ് യേശു. മരിച്ച ഒരു മനുഷ്യൻ സ്വയമായി ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് ലോക ചരിത്രത്തിലില്ല. പക്ഷേ അത് സംഭവിച്ചത് യേശുക്രിസ്തുവിലാണ്. ഈ രണ്ട് പെരുന്നാളുകളും സഭയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ടതായ സന്ദേശം സമാധാനവും സന്തോഷവും രക്ഷയും മനുഷ്യർക്കുണ്ടാവുക എന്നുള്ളതാണ്. കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി വന്നു എന്ന് സർവ്വജനത്തിനുള്ള മഹാസന്തോഷത്തെ ആട്ടിടയന്മാർക്ക് ദൂതന്മാർ അറിയിച്ചു. അവിടെ അവർ ആ അറിയിപ്പ് കേട്ടത് ദൈവത്തിൻ്റെ തേജസ്സാകുന്ന പ്രകാശം കണ്ടാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും കല്ലറയ്ക്ക് ചെന്ന സ്ത്രീകൾ വലിയൊരു പ്രകാശം കണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്വകരമായിരിക്കുന്ന ആ ദർശനം അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ജനന പെരുന്നാളും ഉയർപ്പ് പെരുന്നാളും രണ്ടിനെയും ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രകാശത്തിൻ്റെ പെരുന്നാളുകളെന്നാണ്. ആ പ്രകാശത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മളിന്ന് തീജ്വാലക്കുഴിയിലേക്ക് യാത്ര ചെയ്തത്. ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് വളരെ കാലത്തിന് ശേഷമാണ്. എന്നാൽ ആദ്യമായി ലോകത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ആട്ടിടയന്മാർക്ക് അവർക്ക് വന്ന് വന്ദിക്കാനായിട്ടാണ്. അത് പ്രകാശം തേജസ് അവരുടെ മേൽ വസിച്ചതുകൊണ്ടാണ്. അപ്പുറമുള്ളാരുമുള്ള ഒരു തേജസ് അഥവാ പ്രകാശത്തിൻ്റെ ജനനത്തെ കുറിക്കുന്നതാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശത്തെ മനുഷ്യജാതിക്ക് വേണ്ടി ഉദിച്ചതായ നീതിസൂര്യനായ കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് തീജ്വാലക്കുഴിയിലേക്ക് നാം പോകുന്നതും അതിന് ചുറ്റുമായി കർത്താവിന് സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിച്ചതായ മികൂശന്മാരെ പോലെ സുഗന്ധവർഗ്ഗങ്ങൾ അർപ്പിച്ച് ആ പ്രകാശത്തെ നാം വന്ദിക്കുകയും ചെയ്യുന്നത്. ഈ പ്രകാശമാണ് നമ്മൾ ഓരോരുത്തരും ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മൾ ഏതൊരു പ്രദക്ഷിണത്തിനാണെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും പ്രകാശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാര്യം യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മെഴുകുതിരി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രദക്ഷിണത്തിന് പോയത്. ആ മെഴുകുതിരി യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യമാണ്. അതോടൊപ്പം തന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. അപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ അഥവാ നാം മെഴുകുതിരി കത്തിച്ച് പിടിക്കുമ്പോൾ യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യമാണ് പ്രകാശം എന്ന് പറയുന്നത്.
ഈ പ്രകാശം ലോകത്തിൽ ഉദിച്ചു. ശിഷ്യന്മാർക്ക് ഉദിച്ചത് മാത്രമല്ല, ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല, നക്ഷത്രത്തിൻ്റെ ശോഭ കൊണ്ട് ആ വലിയ പ്രകാശം വന്നാണ് ഘോഷ്യന്മാർ, വിദ്വാൻമാർ കർത്താവിൻ്റെ ജനനത്തിൻ്റെ പുൽത്തൊട്ടിയിലേക്ക് നയിക്കുന്നത്. പ്രകാശമാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകാശത്തിൻ്റെ പെരുന്നാൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി തീരണം. ഒന്നാമത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അന്ധകാരം മാറി പ്രകാശമുള്ളതാകണം. തിന്മയുടെ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും അന്ധകാരത്തിൻ്റേതാണ്. ആ അന്ധകാരത്തെ മാറി പ്രകാശം നമ്മിൽ ഉദിക്കണം. നമ്മുടെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം. ഇന്നലെ ഞാൻ വായിച്ച ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ, അതിനകത്ത് പറഞ്ഞത് എനിക്ക് വളരെ പുതിയ അറിവായി തോന്നി. നമ്മളൊരു വാചകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ആ വാചകം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ വാചകത്തിലെ ഓരോ വാക്കുകൾക്കും ഇടയിൽ അല്പം എഴുതാത്ത സ്പേസ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഒരു വാക്ക് എഴുതിയിട്ട് ഒരു സ്പേസ് ഇല്ലായെങ്കിൽ അടുത്ത വാക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. വാക്കുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് സ്പേസ് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ വാക്കുകൾ, ഓരോ വാക്കിനും അർത്ഥമുണ്ടാകുന്നത് ആ വാക്കിൻ്റെ പിന്നിലുള്ള ഒരു ശൂന്യ സ്ഥലമാണ്. ആ ശൂന്യസ്ഥലം ഇല്ലെങ്കിൽ ഒരു വാക്ക് അർത്ഥമില്ല. അങ്ങനെ പല ശൂന്യസ്ഥലങ്ങൾ കൊണ്ടാണ് ഒരു വാചകം ഉണ്ടാകുന്നത്, അഥവാ ഒരു പേജ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് ഒരു ശൂന്യസ്ഥലം അതിന് പുറകിലുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ ഒരു തിരിച്ചറിവായി എനിക്ക് തോന്നുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് അത് വെളിച്ചം വീശുന്നതായി കാണുന്നത്. നമ്മുടെ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വാക്കുകൾക്ക് മുന്നിൽ ഒരു ധ്യാനമുണ്ടാകണം. അതാ ഒരു വാക്കില്ലാത്ത സമയമുണ്ടാകണം. അതിന് സന്യാസ പിതാക്കന്മാർ പറയുന്നത് മൗനമെന്നാണ്. സൈലൻസ്. മൗനം ദീക്ഷിക്കുന്നത് എന്തിനാണ്? പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മൗനം എന്തിനാണ്? മൗനത്തിന് ശേഷമുള്ള ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതിനാണ്. അപ്പോൾ ഒരു വാക്കിന് പിന്നിലുള്ള ശൂന്യത വാക്കിനെ അർത്ഥമാക്കുന്നതാകുന്നത് പോലെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൗനമെടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥനകൾ ചൊല്ലി കഴിയുമ്പോൾ രഹസ്യ പ്രാർത്ഥനകൾ ചൊല്ലാൻ നമ്മളോട് പറയുന്നത്. അത് പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയും ഉരുവിടാതെ ശാന്തമായിരുന്നു കൊണ്ടാകാം. ആ രഹസ്യ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്കുകളില്ലാത്തതായ ഒരു ശൂന്യ സ്ഥലമാണ്. പക്ഷെ അവിടെ അതുകൊണ്ടാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിനം അർത്ഥത്തോടുകൂടി അർത്ഥപൂർണമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൗനം ആവശ്യമാണ്. ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് ഒരു മനനം വേണം എന്ന് സാധാരണ ഋഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മനനം കൊണ്ടാണ് മൗനം ഉണ്ടാകുന്നത്. ആ മൗനത്തിൽ നിന്നാണ് അടുത്ത വാക്ക് പറയുമ്പോൾ അതിന് അർത്ഥമുണ്ടാകുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചിന്തിച്ച് വേണം വാക്ക് പറയാൻ, ചിന്തിച്ച് വേണം ജോലി ചെയ്യാൻ. കാരണം ആ ചിന്തയും വാക്കും തമ്മിൽ ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ
ഓരോ അന്ധകാര അവസ്ഥയിൽ നിന്നും മാറി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ശാന്തമായി മൗനമായി ദൈവത്തെ ധ്യാനിക്കുവാനും അത് മുഖാന്തരം പ്രകാശത്തെ ദർശിക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രകാശമുള്ളവരായി നാം തീരണം. എത്രമാത്രം പ്രശ്നങ്ങളാണ് കുടുംബ ജീവിതത്തിൽ വരുന്നത്. സാധാരണ പത്രങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങൾ തകർന്ന് കൊലപാതകങ്ങളുണ്ടാകുന്നു, ആത്മഹത്യകളുണ്ടാകുന്നു, വലിയതായിരിക്കുന്ന അപകടങ്ങളുണ്ടാകുന്നു. ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശം അവിടെ ഇല്ല, അന്ധകാരം അവിടെ വ്യാപിക്കുന്നു. ആ പ്രകാശത്തിനുള്ള ഒരു മാർഗം പ്രാർത്ഥന എന്നുള്ളത് മാത്രമാണ്. കുടുംബ പ്രാർത്ഥനയാണ് നമുക്ക് നൽകുന്ന പ്രകാശം. അപ്പോൾ ഓരോ ദിവസവും സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിച്ച് വെക്കും, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കും. എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പ്രകാശിതമാകുവാൻ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം നമ്മളെല്ലാവരും ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ അന്ധകാരം മാറുവാൻ ഈ പ്രാർത്ഥന കൊണ്ടെനിക്ക് ഇടയാവണം. അതുകൊണ്ടാണ് പ്രാർത്ഥനാ സമയത്ത് നാം നമ്മുടെ കത്തിച്ചു വെക്കുന്നത്. ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിലുള്ള അന്ധകാരം മാറണം. അതിനാണ് കുടുംബ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് എന്ന് നാം പറയുന്നത്. അത് മുഖാന്തരമേ നമുക്ക് അന്ധകാരം മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് ഈ സമൂഹത്തിലെ അന്ധകാരം മാറുക എന്നുള്ളതാണ്. അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാ കാലത്തുമുള്ളതാണ് എങ്കിലും ഇന്നതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ, നിർദോഷികളായ കുഞ്ഞുങ്ങൾ ഗാസയിലും അതുപോലെ ഉക്രൈനിലുമൊക്കെ മരിച്ചു വീഴുന്നു. ആഫ്രിക്കയിൽ വംശീയ കൊലപാതകം മുഖാന്തരം അന്ധകാരത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പ് അന്ധകാരത്തിൽ നീങ്ങുന്നത് അസന്മാർഗീയതയുടെ ചുഴിയിലാണ്. ഏഷ്യയിലും അതുപോലെ സ്ഥലങ്ങളിലും മധ്യപൂർവേഷ്യയിലുമെല്ലാം അന്ധകാരം വ്യാപിച്ചു കിടക്കുന്നത് വലിയതായിരിക്കുന്ന സ്വാർത്ഥതയുടെ ഫലമായിട്ടാണ്. മനുഷ്യനെ കൊന്നൊടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം സന്തോഷത്തിനും സമാധാനത്തിനുമുള്ളതാണ്. അതാണ് ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ആ സാക്ഷ്യത്തെയും തല്ലിക്കെടുത്തുവാൻ ഹെരോദാവിന് യേശുവിൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ആഗ്രഹം പോലെ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കുവാൻ പലയിടങ്ങളിലും പലതരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകും. ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യാനികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുമസ് പാട്ടുകൾ പാടുമ്പോൾ അതിനെതിരെ അന്ധകാരത്തിൻ്റെ ശക്തി വരുന്നു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റേതാണ്. ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം. അല്ലെങ്കിൽ ഒരു കാലത്ത് ഋഷിപുങ്കവന്മാരുടെ നാട്, ആധ്യാത്മികതയുടെ മകുടമായിരിക്കുന്ന രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ കാടന്മാരുടെ, രാക്ഷസന്മാരുടെ, അന്ധകാര ശക്തികളുടെ കറുത്ത നാടാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്
പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണമുണ്ടാകണം. അവർക്ക് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിൻ്റെ ആരാധന നടത്തുവാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയുടെ സംരക്ഷണം ക്രിസ്ത്യാനികൾക്കുണ്ടാവണം. അത് മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും ഉണ്ടാകണം. ഒരു മതവും ഒരു മതത്തെ ദ്വേഷിക്കാനോ വിരോധിക്കുവാനോ പാടില്ല. സ്വതന്ത്രമായി മത ആരാധനകൾ നടത്തണം. അതിനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിനെതിരെ നടക്കുന്നതായ അന്ധകാര ശക്തികൾക്ക് പ്രകാശമുണ്ടാക്കുവാൻ ക്രിസ്തീയ സഭയുടെ പ്രവർത്തകർ പ്രാർത്ഥനയോടുകൂടെ അതിനെ നേരിടണം. പീഡനങ്ങളുടെ കാലത്ത് ആണ് സഭ വളർന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ആദ്യത്തെ 3-ാം നൂറ്റാണ്ടുകളിൽ സഭ വളർന്ന പീഡനത്തിലാണ്. ഇന്നും ആ പീഡനത്തിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിലും അതുപോലെ നൈജീരിയയിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം അപലപനീയമായിരിക്കുന്ന കാര്യമാണ്. അവിടെയെല്ലാം അന്ധകാരത്തിൻ്റെ ശക്തികൾ തേർവാഴ്ച നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടതായ ഭരണ നേതൃത്വം ശബ്ദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ ജനനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണ്. അത് അക്രമത്തിൻ്റെയും അനീതിയുടെയും തേരോട്ടങ്ങൾ നടത്താനുള്ളതായ സന്ദർഭങ്ങളല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ഋഷിപുങ്കവന്മാരുടെ നാട്ടിൽ ഒരു കുടുംബമാണ് മനുഷ്യജാതി എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. അതിന്നും ആ വേദപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വസുദൈവ കുടുംബകം. എല്ലാ മനുഷ്യജാതിയും ഒന്നാണ്. ആ ഒന്നാം മനുഷ്യജാതിയും ഒന്നാണെന്ന് പറഞ്ഞെടുത്താണ് ഒരു മനുഷ്യജാതി അല്ലെങ്കിൽ ഒരു മനുഷ്യവർഗം മറ്റൊരു മനുഷ്യവർഗത്തെ കൊന്നു തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതൊരിക്കലും ഈ സംസ്കാരത്തിൻ്റെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിന് ചേരുന്നതല്ല. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിന് അപമാനമായി തീരുന്നു. അതിനെതിരെ ശബ്ദിക്കുവാനുള്ളത് പ്രവർത്തിക്കുവാനും നമുക്കുണ്ട്. അത് പ്രാർത്ഥനയോടുകൂടെ അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചം ഈ അന്ധകാര ശക്തികളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയുണ്ടാവണം. വെളിച്ചമാണ് ലോകത്തിന് ശുഭാപ്തി വിശ്വാസം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്. സർവ്വ മനുഷ്യജാതിക്കും ഈ വെളിച്ചത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം മനസ്സിന് രൂപാന്തരം വരുന്നതിന്, സമൂഹം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറുവാൻ ദൈവമിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ.